കെ.എസ്.ആർ.ടി.സിയിൽ വിജിലൻസ് സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു രീതിയെക്കുറിച്ച് പറയാനാണ്. നമ്മൾ മറ്റെല്ലാ വിഭാഗങ്ങളിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വിജിലൻസ് വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കെ.എസ്.ആർ.ടി.സിയെ പരിശോധിക്കുമ്പോൾ കെ.എസ്.ആർ.ടി.സി ഇപ്പം കെ.എസ്.ഇ.ബിയിൽ നമ്മുടെ കെ.എസ്.ഇ.ബിയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വിജിലൻസ് ഓഫീസറായിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഋഷായ് സിംഗ് സാർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കെ.എസ്.ഇ.ബിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരും അവിടുത്തെ ടെൻഡറുകൾ, കരാറുകൾ തുടങ്ങിയ നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ, അവിടുത്തെ പർച്ചേസുകളിലെ അഴിമതികൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷിക്കുകയും നടപടിയെടുക്കുകയൊക്കെ ഉണ്ടായി. അത് സംബന്ധിച്ചുള്ള ഒരുപാട് വാർത്തകൾ നമുക്കുണ്ട്. എന്നാൽ കെ.എസ്.ആർ.ടി.സിയിൽ ഈ വിജിലൻസ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയാനുള്ളത്. അതിൻ്റെ കാര്യം, കെ.എസ്.ആർ.ടി.സിയിലെ വിജിലൻസ് ഓഫീസർമാരെ നിയമിക്കുമ്പോൾ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത, അസിസ്റ്റൻറ്റ് കമ്മീഷണർ കുറയാത്ത ഒരാളെ നിയമിക്കണം എന്നാണ് കെ.എസ്.ആർ.ടി.സിയുടെ തന്നെ ഡയറക്ടർ ബോർഡ് 771 ഡയറക്ടർ ബോർഡ് തീരുമാനമായിട്ട് ഞാൻ അറിയുന്നത്. ഒരു വിവരാവകാശ രേഖ പ്രകാരം നമുക്ക് കിട്ടിയതാണ്. അങ്ങനെ അതായത് പോലീസിൽ നിന്നും ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും വിജിലൻസ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും കെ.എസ്.ആർ.ടി.സിക്കുള്ളിൽ ഇത്തരത്തിലുള്ള പർച്ചേസുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ ബ്രീത്ത് അനലൈസർ വാങ്ങിച്ചതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ടിക്കറ്റ് മെഷീൻ്റെ കാര്യം. ടിക്കറ്റ് മെഷീനിലൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കെൽട്രോൺ നൽകാവുന്ന പറഞ്ഞിട്ടുള്ള മെഷീനെയും മറികടന്നുകൊണ്ട് ഇത്തരം ടെൻഡറുകൾ കൊടുക്കുകയും കൂടിയ വിലയ്ക്ക് ഇത് വാങ്ങിക്കുകയും കൂടിയ വിലയ്ക്ക് വാങ്ങിച്ച ടിക്കറ്റ് മെഷീനുകൾ കേടായി പോവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നിരന്തരമായിട്ടുണ്ട്. അതുപോലെ തന്നെ പർച്ചേസിൽ വരുന്ന അഴിമതികൾ, നിരന്തരമായി പർച്ചേസിലെ അഴിമതികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇവയൊന്നും കെ.എസ്.ആർ.ടി.സി വിജിലൻസിന് അന്വേഷിക്കുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം, എം ഡിക്ക് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസ് ഓഫീസറായി നിയമിക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ കണ്ടക്ടർമാരായിട്ട് വരുന്ന, അതായത് സ്റ്റേഷൻ മാസ്റ്ററായി പിന്നീട് പ്രൊമോഷൻ കിട്ടിയ ചെക്കർമാരായി മാറുന്ന ചെക്കിംഗ് വിഭാഗം ജീവനക്കാർ, അവർ ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്, അത്തരം ആളുകളെയാണ് നിയോഗിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്കൽ, ഗാർഡ് തുടങ്ങിയിട്ടുള്ള സ്വീപ്പേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുക, അവരെ കുറ്റകൃത്യങ്ങളിൽ റിപ്പോർട്ട് എടുത്ത് നടപടിയെടുക്കുക, എന്നിട്ട് അവരുടെ ശമ്പളം മുടക്കുക, ഇത്തരത്തിലുള്ള കലാപരിപാടികൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ കയ്യാളുകളായി പ്രവർത്തിക്കുക. അപ്പോൾ ട്രേഡ് യൂണിയൻ്റെ കുടിപ്പകയും വാശിയും തീർക്കുവാൻ ഉള്ള ഒരു ഉപാധിയായിട്ടാണ് വിജിലൻസിനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഡെപ്യൂട്ടേഷനിലെങ്ങാണ്ട് വന്നിട്ടുള്ള ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ വിജിലൻസ് ഓഫീസറായിട്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വിജിലൻസ് ഓഫീസറായിട്ട് ഈ പോലീസ് നിന്നും അസിസ്റ്റൻറ്റ് കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരെയാണ് നിയമിക്കേണ്ടത് എന്നുള്ള കെ.എസ്.ആർ.ടി.സിയുടെ തന്നെ ഡയറക്ടർ ബോർഡ് തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നിയമിക്കുന്നതിലൂടെ കെ.എസ്.ആർ.ടി.സി ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ ഈ നടക്കപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, പർച്ചേസുകളിൽ നടത്തപ്പെടുന്ന, ടെൻഡറുകൾ കൊടുക്കുന്നതിൽ നടത്തപ്പെടുന്ന ഇത്തരം അഴിമതികൾ പുറം ലോകം അറിയാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ട് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ, അതായത് ഈ എം ഡിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിങ്ങായി ഈ വിജിലൻസ് വിഭാഗം നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ, കെ.എസ്.ആർ.ടി.സിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കാര്യങ്ങളിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് പരിശോധിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കെ.എസ്.ആർ.ടി.സി വിജിലൻസ് വിഭാഗത്തെ പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത്രയൊക്കെ അഴിമതികളെക്കുറിച്ച് പേരുദോഷം കേൾപ്പിക്കുമ്പോഴും ഇത്രയൊക്കെ അഴിമതികൾ, ഇപ്പം ഈ എം ഡി ആയിട്ട് ബിജു പ്രഭാകർ വരുമ്പോൾ വന്ന കസേരയിലിരുന്ന് ആദ്യം നടത്തിയ പ്രസ്താവന തന്നെ 400 കോടി ഇവിടെ കാണാനില്ല എന്നാണ്. തുടർന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനായിട്ട് പരാതി കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വല്ലവർക്കും പരാതി ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് അന്വേഷിക്കട്ടെന്ന്. അപ്പോൾ ഇത്തരത്തിൽ KTDFC ആയിട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള കണക്കും കാര്യങ്ങളും കെ.എസ്.ആർ.ടി.സിയുടെ കയ്യിലില്ല. BOT അടിസ്ഥാനത്തിൽ പണിതിട്ടുള്ള 5 കെട്ടിടങ്ങളെ സംബന്ധിച്ചുള്ള യാതൊരു കണക്കും, BOT കരാർ പോലും ഇല്ല എന്നാണ് വിവരാവകാശത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഈ പറഞ്ഞ കെ.എസ്.ആർ.ടി.സിയുടെ സ്വത്തിനെ, കെ.എസ്.ആർ.ടി.സിയുടെ ആസ്തി വിവരങ്ങളെ ചൂഷണം ചെയ്യുന്ന കൊള്ള സംഘങ്ങൾക്കെതിരെ അന്വേഷണം നടത്തുവാനുള്ള ത്രാണിയില്ലാതെ വെറുതെ ജീവനക്കാരെ പേടിപ്പിക്കുവാൻ വേണ്ടിയും ജീവനക്കാരെ ദ്രോഹിക്കുവാൻ വേണ്ടിയും ട്രേഡ് യൂണിയനുകളുടെ കയ്യിൽ ചട്ടകമായി പ്രവർത്തിക്കുന്ന ഒരു വിജിലൻസ് സംവിധാനമാണ് നിലവിൽ കെ.എസ്.ആർ.ടി.സിയിലുള്ളത്. അതുകൊണ്ട് തന്നെ 771 ഡയറക്ടർ ബോർഡ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെ.എസ്.ആർ.ടി.സിയിൽ പ്രത്യേക വിജിലൻസ് വിഭാഗം വിങ് രൂപീകരിക്കുകയും കെ.എസ്.ആർ.ടി.സിയിലെ അല്ലാതെ, അതായത് പോലീസിലെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും അതുമൂലം അഴിമതി തടയുവാനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യത്തിൽ എങ്കിലും സ്വീകരിക്കും
എന്നാണ് വെൽഫെയർ അസോസിയേഷൻ കരുതുന്നത്.